വിശദമായി നോക്കാം. PV അൻവറിന്റെ ആരോപണങ്ങളെല്ലാം സമഗ്രമായി അന്വേഷിക്കണമെന്ന് DGP നിർദ്ദേശം. അന്വേഷണ സംഘത്തിന്റെ യോഗത്തിൽ ഒരാരോപണവും ഒഴിവാക്കരുത്, പിഴവില്ലാത്ത രീതിയിൽ റിപ്പോർട്ട് തയ്യാറാക്കണമെന്നും DGP നിർദ്ദേശിച്ചു. VV വിനോദ് ചേർന്നു വിവരങ്ങളുമായി. വിനോദ്, DGPയുടെ നിർദ്ദേശം വന്നിരിക്കുന്നു, ഒരാരോപണവും ഒഴിവാക്കരുത്, പിഴവില്ലാത്ത രീതിയിൽ വേണം റിപ്പോർട്ട് സമർപ്പിക്കാനെന്ന്. എത്രമാത്രം ആ വാക്കുകൾ അത് ശരിയാകും? പിഴവില്ലാതെ അന്വേഷണ റിപ്പോർട്ട് എത്രമാത്രം തയ്യാറാക്കാൻ സാധിക്കും വിനോദ? രാവിലെയാണ് യോഗം ചേർന്നത്. ഉച്ചയോടുകൂടി പിരിയുകയും വീണ്ടും 5 മണിക്ക് വൈകിട്ട് 5 മണിയോടുകൂടി വീണ്ടും യോഗം ചേരുകയുമായിരുന്നു. ഇപ്പോൾ ഈ യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത് PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളുണ്ട്, ഇത് വസ്തുനിഷ്ഠമായി അന്വേഷിക്കണം, സമഗ്രമായി ഒരു പ്രാഥമിക അന്വേഷണം നടത്തണം എന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ ADGP MRS കുമാർ നൽകിയ പരാതിയുമുണ്ട്. ഇക്കാര്യത്തിലും പരിശോധന നടത്തും. പ്രധാനമായും ഇപ്പോൾ ADGPക്കെതിരെയും അതോടൊപ്പം തന്നെ SP-ക്കെതിരെയും ഉയർന്ന പരാതികൾ, ഇതിൽ തന്നെ ADGPക്കെതിരെയുള്ള പരാതികൾ അതീവ ഗൗരവമായാണ് സർക്കാർ കാണുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് സമഗ്രമായി പരിശോധിക്കാനുള്ള തീരുമാനം. അതോടൊപ്പം തന്നെ 5 ഉദ്യോഗസ്ഥരാണ്, DGPക്ക് പുറമെ മറ്റു 4 ഉദ്യോഗസ്ഥർ കൂടി സംഘത്തിലുണ്ട്. ഇതിൽ ഏതൊക്കെ കാര്യങ്ങളാണ് അന്വേഷിക്കേണ്ടത്, ഇക്കാര്യം പിന്നീട് ഒരു പട്ടികയാക്കും. അതിനുശേഷമായിരിക്കും അതനുസരിച്ചുള്ള അന്വേഷണവുമായി മുന്നോട്ട് പോവുക. PV അൻവറിന്റെ മൊഴി എടുക്കുന്നത് അത് ആദ്യഘട്ടത്തിൽ ഉണ്ടാകില്ല. പ്രാഥമിക അന്വേഷണം പൂർത്തിയാകുമ്പോഴോ അല്ലെങ്കിൽ പ്രാഥമിക അന്വേഷണം ഒരു ഘട്ടം പിന്നിടുമ്പോഴോ അത് അന്വേഷണം നടക്കുന്ന മുറയ്ക്ക് PV അൻവറിന്റെ മൊഴി രേഖപ്പെടുത്താനും തീരുമാനിച്ചിട്ടുണ്ട്. തുടക്കത്തിൽ PV അൻവറിന്റെ മൊഴി രേഖപ്പെടുത്തേണ്ട സാഹചര്യമില്ല. അല്ലെങ്കിൽ പ്രാഥമിക അന്വേഷണം കഴിഞ്ഞ ശേഷം ഈ മൊഴി രേഖപ്പെടുത്താം, അല്ലെങ്കിൽ ഒരു ഘട്ടം കഴിഞ്ഞ ശേഷം മൊഴി രേഖപ്പെടുത്താമെന്നതാണ് ഇപ്പോൾ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ. അത് വിശദമായി പരിശോധിക്കുക എന്നതാണ്. ഇതിനകം തന്നെ അന്വേഷണ സംഘത്തിനെതിരെ ആക്ഷേപങ്ങൾ ഉയർന്നിട്ടുണ്ട്. കാരണം ഇതൊരു പ്രഹസനമാണ്, 1 മാസമാണ് ഇതിന് സംഘത്തിന് അന്വേഷണം പൂർത്തിയാക്കാനുള്ള സമയപരിധിയായി നിശ്ചയിച്ചിട്ടുള്ളത്. ഇതിനുള്ളിൽ ഈ നടപടികളെല്ലാം പൂർത്തിയാക്കണം. സ്വർണ്ണക്കടത്ത്, മയക്കുമരുന്ന് കടത്ത്, അതോടൊപ്പം തന്നെ അനധികൃത സ്വത്ത് സമ്പാദനം, തീവ്രവാദ ബന്ധം, ഇതെല്ലാം തന്നെ അൻവർ ആരോപിച്ചിട്ടുണ്ട്. ശശി ഉൾപ്പെടെയുള്ള ശരി, അതാണ് സാഹചര്യം. എല്ലാം സമഗ്രമായി അന്വേഷിക്കണമെന്നാണ് DGPയുടെ നിർദ്ദേശം. എത്രമാത്രം ആ ഒരു സമഗ്ര അന്വേഷണം ഉണ്ടാകുമെന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. VV വിനോദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.